Hello students, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു കൊറോളറി ആണ് തിയറം 3.10 നിങ്ങൾ ഓൾറെഡി പഠിച്ചു. അതിൻ്റെ ഒരു കൊറോളറി ആണ് 3.11. സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എഫ് ഓഫ് എൻ, ഇത് ക്യാപിറ്റലും ഇത് സ്മോളും ആണ്. വി ഹാവ് സിഗ്മ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സിഗ്മ ഡി ഡിവൈഡ്സ് എൻ എഫ് ഓഫ് ഡി ഈക്വൽ ടു sigma n less than or equal to x f of n integer part of x by n, which is equal to sigma n less than or equal to x capital F of x by n. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇതിനോട് ഈക്വൽ ആണെന്ന് എഴുതിയാൽ മതി. ഇത് ആദ്യം പ്രൂവ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, പ്രൂഫ് തിയറം 3.10ന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ആദ്യം പ്രൂഫിൽ നമ്മൾ എഴുതിയിരിക്കുന്നത്. If h equal to f star g and let capital H of x equal to sigma n less than or equal to x h of n and capital F of x equal to sigma n less than or equal to x f of n and g of x equal to sigma n less than or equal to x g of n, then capital H of x equal to sigma n less than or equal to x f of n g of x by n. That's also equal to sigma n less than or equal to x g of n f of x by n. ഇതായിരുന്നു തിയറം 3.10ന്റെ സ്റ്റേറ്റ്മെന്റ്. അതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. ഇനി ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് g of n ഈക്വൽ ടു 1 എന്നെടുക്കുകയാണ് ഫോർ ഓൾ n. അങ്ങനെയാണെങ്കിൽ g of x എന്ന് പറയുന്നത് ക്യാപിറ്റൽ g of x എന്ന് പറഞ്ഞാൽ സിഗ്മ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു x 1 എന്ന് വെച്ചാൽ അത് ഇൻറ്റീജർ പാർട്ട് ഓഫ് x ടൈംസ് 1 ആഡ് ചെയ്യപ്പെടും അല്ലേ. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻറ്റീജർ പാർട്ട് ഓഫ് x എന്ന് കിട്ടും. ആൻഡ് g of x by n is equal to integer part of x by n times 1 ആഡ് ചെയ്യപ്പെടും. അപ്പോൾ integer part of x by n എന്ന് കിട്ടും. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന് ക്യാപിറ്റൽ H of x equal to sigma n less than or equal to x f of n integer part of x by n വരും g of x by n പകരം. ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു സിഗ്മ n less than or equal to x f of x by n. അത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഈ ഭാഗം കിട്ടും. ഇനി ഇതല്ല എങ്കിൽ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി നോക്കിയാൽ മതി. അത് ഇത് തന്നെയാണ് എന്നുള്ളത് കിട്ടും കേട്ടോ. അത് കുറച്ച് വാല്യൂസ് എടുത്ത് നോക്കിയിട്ട് എഴുതി നോക്കിയാൽ മതി. അപ്പോൾ ഒരു ഭാഗമായി. ഇനി അടുത്തത് എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എച്ച് ഓഫ് എൻ ആണ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിലുള്ളത്. അതിന് നമുക്ക് എഫ് സ്റ്റാർ ജി ഓഫ് എൻ എഴുതാം. ദാറ്റ് ഈസ് സിഗ്മ ഡി ഡിവൈഡ്സ് എൻ എഫ് ഓഫ് ഡി ജി ഓഫ് എൻ ബൈ ഡി. പക്ഷേ ജി ഓഫ് എൻ ബൈ ഡി 1 ആണ്. ഇത് സിഗ്മ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സിഗ്മ ഡി ഡിവൈഡ്സ് എൻ എഫ് ഓഫ് ഡി എന്ന് കിട്ടും. ഡിറിച്ലെറ്റ് പ്രൊഡക്റ്റിൻ്റെ ഡെഫിനേഷൻ മാത്രം ഇവിടെ അപ്ലൈ ചെയ്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിലും എച്ച് ഓഫ് എക്സ് അപ്പോൾ ഈ സൈഡുകൾ ആർ എച്ച് എസ് ഇക്വേറ്റ് ചെയ്താൽ നമുക്കിതാ ഇങ്ങനെ ആ റിസൾട്ട് കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ പ്രൂഫായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത സെക്ഷൻ അപ്ലിക്കേഷൻസ് ടു മ്യൂ ഓഫ് എൻ ആൻഡ് ലാംഡ ഓഫ് എൻ ആണ് ഹെഡിങ് വരുന്നത്. അടുത്ത തിയറം നോക്കാം. തിയറം 3.12 ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 വി ഹാവ് സിഗ്മ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് മ്യൂ ഓഫ് എൻ ഇൻറ്റീജർ പാർട്ട് ഓഫ് എക്സ് ബൈ എൻ ഈക്വൽ ടു 1 ആൻഡ് സിഗ്മ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലാംഡ ഓഫ് എൻ ഇൻറ്റീജർ പാർട്ട് ഓഫ് എക്സ് ബൈ എൻ ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് ഫാക്ടോറിയൽ. അപ്പോൾ ഇതിൽ നമ്മൾ പ്രീവിയസ് റിസൾട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. സിഗ്മ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സിഗ്മ ഡി ഡിവൈഡ്സ് എൻ എഫ് ഓഫ് ഡി ഈസ് ഈക്വൽ ടു ദിസ് നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എന് പകരം മ്യൂ ഓഫ് എൻ കൊടുക്കുക. അപ്പോൾ നമുക്കിതാണ് കിട്ടുക. അപ്പോൾ സിഗ്മ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് മ്യൂ ഓഫ് എൻ ഇൻറ്റീജർ പാർട്ട് ഓഫ് എക്സ് ബൈ എൻ ഇസ് ഈക്വൽ ടു ഈ സൈഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, ഈ സൈഡ് എഴുതുക. ഇത് കിട്ടും. മ്യൂ ഓഫ് ഡിക്ക് പകരം സിഗ്മ ഡി ഡിവൈഡ്സ് എൻ മ്യൂ ഓഫ് ഡിക്ക് പകരം ഇൻറ്റീജർ പാർട്ട് ഓഫ് 1 ബൈ എൻ. അതേയുള്ള എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സിന് കൺസിഡർ ചെയ്താൽ 1 ആണ് കിട്ടുക. അതുപോലെ ഇവിടെ നമുക്ക് ഇതിന് പകരം ഇത് എഴുതാം യൂസിങ് പ്രീവിയസ് റിസൾട്ട്. ദെൻ ഇത് നമുക്ക് ലോഗനാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ലോഗൻ എന്നുള്ളത് കൊടുക്കുക. അങ്ങനെ ഓൾ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സിൽ കൺസിഡർ ചെയ്യണം. എന്ന് വെച്ചാൽ അപ് ടു ഇൻറ്റീജർ പാർട്ട് ഓഫ് എക്സ് വരെ ഇത് ചെയ്യണം അല്ലേ. അപ്പോൾ ഇത് ലോഗ് 1 ലോഗ് 2 ലോഗ് 3 ലോഗിൻ്റെ പ്രോപ്പർട്ടി വെച്ചത് ലോഗ് ഓഫ് 1 × 2 × 3 × അപ് ടു ഇൻറ്റീജർ പാർട്ട് ഓഫ് എക്സ് വരെ അല്ലേ. അപ്പോൾ അത് ലോഗ് ഓഫ് ഇൻറ്റീജർ പാർട്ട് ഓഫ് എക്സ് ഫാക്ടോറിയൽ എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് ദ എബവ് സംസ് ആർ കോൾഡ് ദി വെയ്റ്റഡ് ആവറേജസ് ഓഫ് ദ ഫംഗ്ഷൻ മ്യൂ ഓഫ് എൻ ആൻഡ്
lambda of n. അപ്പോൾ ഓർത്തിരിക്കാം. അടുത്തത് തിയറം 3.13 ആണ്. സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. For all x greater than or equal to 1, we have modulus value of sigma n less than or equal to x, mu of n by n is less than or equal to 1, with equality holding only if x less than 2. അപ്പോൾ x less than 2 എന്ന് പറയുമ്പോൾ ആകെ 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ 1 കൊടുത്താൽ mu of 1 by 1 which is equal to 1 എന്ന് കിട്ടും. അപ്പോൾ ഈ ഇൻഇക്വാലിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ളത് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് കിട്ടും. ഇനി ഇതൊരു കേസ് അസ്യൂം ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. അങ്ങനെയാണ് എങ്കിൽ ഫോർ ഈച്ച് റിയൽ നമ്പർ വൈ വി ക്യാൻ റൈറ്റ്, ഇതെന്ന് പറഞ്ഞാൽ ഫ്രാക്ഷണൽ പാർട്ടാണ് കേട്ടോ. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വൈ കാണിച്ചിരിക്കുന്നത് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് വൈ ആണ് റിയൽ നമ്പറിൻ്റെ. അപ്പോൾ ഫ്രാക്ഷണൽ പാർട്ടിന് നമുക്ക് റിയൽ നമ്പർ മൈനസ് അതിൻ്റെ ഇൻറ്റീജർ പാർട്ട് എന്നുള്ള രീതിയിൽ എഴുതാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിഗ്മ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് മ്യൂ ഓഫ് എൻ ഇൻറ്റീജർ പാർട്ട് ഓഫ് എക്സ് ബൈ എൻ ഈക്വൽ ടു 1 എന്നുള്ളത് നമുക്ക് പ്രീവിയസ് റിസൾട്ടിൽ നിന്നറിയാം, പ്രീവിയസ് തിയറത്തിൽ നിന്നറിയാം. ഈ ഇൻറ്റീജർ പാർട്ട് ഓഫ് എക്സ് ബൈ എൻ നമുക്ക് വൈ മൈനസ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് വൈ എന്ന് എഴുതാം. അതുപോലെ ഇവിടെ എഴുതിയിട്ടുണ്ട് എക്സ് ബൈ എൻ മൈനസ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് ബൈ എൻ വിച്ച് ഇസ് ഈക്വൽ ടു 1. സിഗ്മ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. ഓക്കെ, രണ്ട് സൈഡിലും മോഡുലസ് വാല്യൂ കൊടുക്കുക. ഇവിടെ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് മോഡ് എ ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ പ്ലസ് മോഡ് ബി എന്നുള്ള ഇവിടെ രണ്ട് ടേം ഇല്ലേ, ആ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരും. ഇവിടെ സ്പ്ലിറ്റ് ആകുമ്പോൾ മോഡ് 1 പ്ലസ് മോഡ് ദിസ് എന്ന് വരും. മോഡ് 1 തന്നെ ആയതുകൊണ്ട് 1 തന്നെ എഴുതി. പിന്നെ ഇതിൽ നിന്ന് എക്സ് ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ ഇവിടെയാണെങ്കിൽ പിന്നെ ഉണ്ടാവുക ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് സിഗ്മ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ ഔട്ട് സൈഡ് എടുത്തു. മോഡ് മ്യൂ ഓഫ് എൻ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് ബൈ എൻ ദാറ്റ് ഈസ് 1 പ്ലസ് സിഗ്മ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് മോഡ് മ്യൂ ഓഫ് എൻ. മോഡ് മ്യൂ ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെന്ന് നമുക്കറിയാം അല്ലേ. മോഡ് മ്യൂ ഓഫ് എന്നിന് പകരം ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് കേട്ടോ, ഇവിടെ കാണുന്നില്ല. അപ്പോൾ ഇവിടെ 1 fractional part of x by n that is equal to 1 plus fractional part of x plus sigma over 2 less than or equal to n less than or equal to x fractional part of x by n. അതെങ്ങനെ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമ്മേഷൻ നമുക്ക് എടുക്കേണ്ടത് ഓൾ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ്. അപ്പോൾ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എടുക്കുമ്പോൾ അതിൽ 1 ഉണ്ട് അല്ലേ. ഈ എന്നിൻ്റെ പ്ലേസിൽ ഒരെണ്ണം 1 ആണ് വരിക, ഫസ്റ്റ് എൻട്രി 1 ആണ് വരിക. അപ്പോൾ 1 കൊടുക്കുമ്പോൾ ഇവിടെ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് എന്ന് വരും. പിന്നത്തെ എൻട്രി 2 ആണ്, പിന്നത്തെ എൻട്രി 3 ആണ്. അങ്ങനെ 2 മുതലെല്ലാം കൂടി ഒരുമിച്ച് അത് തന്നെ എഴുതി. ആ 1 ഉള്ളത് മാത്രം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഓൾ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്നുള്ളതിന് പകരം ആ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സുകളിലെ n 1 ആവണ കേസ് സെപ്പറേറ്റ് എഴുതി. 2 മുതൽ ബാക്കിയുള്ളത് വരെയുള്ളത് ഒരുമിച്ച് എഴുതി. ഓക്കെ, ദാറ്റ് ഈസ് ലെസ് ദാൻ, ഇവിടെയും ലെസ് ദാൻ ഓർ ഈക്വൽ ടു തന്നെയാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. ഇത് ഈക്വൽ ടു അല്ല, ലെസ് ദാൻ ഓർ ഈക്വൽ ടു തന്നെയാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ലെസ് ദാൻ 1 പ്ലസ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് പ്ലസ് സിഗ്മ ഓവർ 2 ലെസ് ദാൻ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഈ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് ബൈ എൻ ഇവിടെ 2 മുതലാണ് വരുന്നത്. അപ്പോൾ എന്തായാലും അത് സ്ട്രിക്ട്ലി ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ അതിന് പകരം നമ്മൾ 1 വെച്ച് റീപ്ലേസ് ചെയ്തു. ദാറ്റ് ഈസ് 1 പ്ലസ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് പ്ലസ് ഇതിന് നമ്മൾ ഇൻറ്റീജർ പാർട്ട് ഓഫ് എക്സ് മൈനസ് 1 എഴുതി. കാരണം 2 മുതലേ ഇവിടെ ഉള്ളൂ. എത്ര പ്രാവശ്യം ഇവിടെ 1 സം ചെയ്യപ്പെടും? 2 മുതൽ അപ് ടു എത്ര ഇൻറ്റീജർ എക്സിലുണ്ടോ അത്രയും വരെ സം ചെയ്യപ്പെടും. ഇവിടെ ഇത് 1 മുതലായിരുന്നു എങ്കിൽ ഇൻറ്റീജർ പാർട്ട് ഓഫ് എക്സ് എത്ര ഉണ്ടോ അത്ര പ്രാവശ്യമായിരിക്കും 1 സം ചെയ്യപ്പെടുക. പക്ഷെ ഇവിടെ 2 മുതലുള്ളൂ, അതുകൊണ്ടാണ് ഇതിൽ നിന്ന് ഒരെണ്ണം കുറയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ 1 ഇൻറ്റീജർ പാർട്ട് ഓഫ് എക്സ് മൈനസ് 1 ടൈംസ് സം ചെയ്യപ്പെടും. ഒരെണ്ണം കുറവ് ആ 1 ഇല്ലാത്തതുകൊണ്ടാണ് ആ ഒരെണ്ണം കുറവ് വരിക. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ 1ഉം -1ഉം ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി എക്സ് പ്ലസ് ഇൻറ്റീജർ പാർട്ട് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് പ്ലസ് ഇൻറ്റീജർ പാർട്ട് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അത് എക്സ് ആണ്. ദാറ്റ്സ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് സിഗ്മ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് മോഡുലസ് വാല്യൂ ഓഫ് മ്യൂ ഓഫ് n ബൈ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇപ്പുറത്തൊരു എക്സ് ഉണ്ടായിരുന്നു, അതിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ എക്സ് ബൈ എക്സ് 1 കിട്ടും. ആൻഡ് ഹെൻസ് നമുക്ക് ആവശ്യമുള്ള ഇൻഇക്വാലിറ്റി അതിൽ നിന്ന് കിട്ടിക്കോളും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.